നിങ്ങൾ നിങ്ങളുടെ കോളേജിലിരുന്ന് പരീക്ഷ എഴുതുകയാണെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. പെട്ടെന്ന് പിന്നിൽ നിന്നും ആരോ നിങ്ങളെ പേരെടുത്ത് വിളിക്കുന്നു. നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ മറ്റുള്ള വിദ്യാർത്ഥികളല്ലാതെ ആരുമില്ല. അവരെല്ലാം പരീക്ഷ എഴുതുന്ന തിരക്കിലാണ്. ആരും നിങ്ങളെ ശ്രദ്ധിക്കുന്നു പോലുമില്ല. നിങ്ങൾ ടീച്ചറെ വിളിച്ച് ആരോ പിന്നിൽ നിന്നും ശല്യം ചെയ്യുന്നുവെന്ന് പരാതിപ്പെടുന്നു. ഞാനും ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, ആരും നിന്നെ വിളിച്ചില്ലല്ലോ എന്ന് ടീച്ചർ മറുപടി പറയുന്നു. ഇത് രണ്ടാമതും മൂന്നാമതും നാലാമതും ആവർത്തിക്കുന്നു. അഞ്ചാമത്തെ തവണ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ബെഞ്ചിൽ ഒരു കന്യാസ്ത്രീ ഇരിക്കുന്നു. അവർ നിങ്ങളെ തന്നെ തുറിച്ചു നോക്കുകയാണ്, നിങ്ങളെ മാത്രം. ഈയൊരു സാഹചര്യത്തിൽ നിങ്ങൾ എന്തു ചെയ്യും? പരീക്ഷ എഴുതുമോ അതോ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുമോ? കൊൽക്കത്തയിലെ ഒരു പ്രശസ്തമായ കോളേജിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിക്കും ഇതേ അനുഭവമുണ്ടായി. ആ കോളേജ് അതിൻ്റെ ഭയാനകമായ കഥകൾക്ക് പേരുകേട്ടതായിരുന്നു. ഡാർജിലിംഗിലെ വിക്ടോറിയ ബോയ്സ് സ്കൂൾ പോലെ. ഞാൻ ആ കോളേജിൻ്റെ പേര് പറയുന്നില്ല, പക്ഷേ പലർക്കും അതിനെക്കുറിച്ചറിയാം. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. കുട്ടികൾ അവിടെ അഡ്മിഷൻ എടുക്കാൻ പോകുന്നത് തന്നെ രണ്ടാമതൊന്ന് ആലോചിച്ചാണ്. കാരണം അതിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാം. എന്തായിരുന്നു ആ ചരിത്രം? എന്താണ് അവിടെ സംഭവിച്ചത്? ആരാണ് ഈ കന്യാസ്ത്രീ? അവർക്ക് എന്താണ് ഈ കോളേജുമായി ബന്ധം? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്.